Picket 43 calling base. Picket 43 calling base. Picket 40. മക്കാടെ വാക്കി ഉണ്ടോടാ? വാക്കി गुड बाय. अंदर जा जा. Hurry from picket 43. Hurry from picket 43. Picket 43 calling base. Base, come in. അമ്മേ. മക്കാടി ആ കീറിയ കഷ്ണം തുണി ഇങ്ങനെയാണ്. ഗുഡ് ബൈ. ഗുഡ് ബൈ. ഇന്ന് പോയവൻ ഒരൊറ്റ രാത്രി മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. എന്നും ഉണ്ടാവുമല്ലോ അവന്റെ വക ആചാരവെടി. ഈ വന്നവനെ അവനേക്കാ കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ സാർ, അവനെയും വായി നോക്കി നിന്നാലേ നമ്മൾ പട്ടിണിയാവും. ഇന്ന് റേഷൻ വരുന്ന ദിവസമാ. വന്നേ ഇവിടെ. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ്? ഇതുവരെ നിന്റെ വെള്ളത്തിന്റെ പേടി മാറിയില്ലേ? നിന്നെയൊക്കെ പട്ടാളത്തിൽ എടുത്തവന് വേണം പറയാൻ. என்னால நினைச்சு கூட பார்க்க முடியாது. தன்னந்தனியா இந்த மலை மேல இன்னும் இவன் உயிரோட இருக்கிறதே பெரிய விஷயம். തനിയെ അവൻ തനിയൊന്നുമില്ല. അവന്റെ കൂടെ ആ പട്ടിയുണ്ട്. 10 ആളുടെ ബലം ചെയ്യും. டேய், நான் இன்னும் சொல்லாத. அவன் காதல் பட்ட அவ்வளவுதான். அவன் பேரு ஹவில்தார் பக்காடி. ബേസ് ക്യാമ്പിന്ന് കത്തുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് തുറന്നു നോക്കാതെ തന്നെ നമുക്കറിയാലോ അല്ലേ? ലീവ് നോട്ട് സാങ്ഷൻഡ്. നിന്റെ മട്ടനുണ്ട്. ലോട്ടറി എടുക്കുന്ന പോലല്ലേ ഇതെടുത്ത് വെച്ച് കറക്കുന്നത്. കിട്ടിയാ കിട്ടി.
മണിയേട്ടാ. ഹലോ 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 മണിയേട്ടാ. ഹലോ ഞാനാ ഹരി. ഹലോ ആരാ? ഹരി പിക്കറ്റ് ഫോർട്ട് 3. ഹരി ആ പറ. അതെ, നാട്ടിൽ നിന്ന് അമ്മയുടെ കത്തൊരെണ്ണം വന്നത് അവിടെ കാണും കിടപ്പുണ്ടോ? ഇവിടെങ്ങും ഇല്ലപ്പാ. നിനക്ക് സിഒ സാബിന്റെ ലെറ്റർ ഉണ്ടായിരുന്നു, അതും കൊടുത്തയക്കുകയും ചെയ്തു. ഓ, അത് കിട്ടി. പൊന്നാരമോൻ തൽക്കാലം മലയുടെ മുകളിൽ തന്നെ ഇരുന്നോ. ലീവിനൊക്കെ നമുക്ക് പതുക്കെ പോവാന്ന് അച്ചടിച്ച് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അന്നേ ആ ദിനേശൻ പറഞ്ഞതാ, ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ പിന്നെ ലീവിന് പോകുന്നത് നടക്കത്തില്ലെന്ന്. നിന്റെ ഭാഗ്യാടാ, ഇവിടെ കമ്പനിയിൽ ഇപ്പോൾ ഒരു മനസമാധാനവും ഇല്ല. നീ അറിഞ്ഞു കാണില്ല, കഴിഞ്ഞ ആഴ്ച 3 പേര് പോയി, മേജർ മുകുന്ദൻ സാർ ഉൾപ്പെടെ. അയ്യോ, മുകുന്ദ് സാറോ? എന്നിട്ടെന്താ, എല്ലാവരോടും കൂടി ഇന്നൊരു സല്യൂട്ടും കൊടുത്ത് പറഞ്ഞയച്ചു. 3 വയസ്സുള്ളൊരു മോളായിരുന്നു മുകുന്ദ് സാറിന്. ഇത്രയ്ക്കല്ലേ ഉള്ളു മണിയേട്ടാ നമ്മളെല്ലാവരും. ഇന്നുണ്ട്, നാളെ ഇല്ല. നീ ഏതായാലും സൂക്ഷിച്ചിരിക്കാരി. അവിടെ ഇപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പഴയ ആള് പോയി പുതിയൊരുത്തൻ വന്നിട്ടുണ്ട്. ഇവന് കുറച്ച് വട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. വന്ന പാടെ ബങ്കറിന് മുന്നിൽ നെഞ്ചും വിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അവിടെ ഒരുത്തൻ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഫയറിങ്ങിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ്. മണിയേട്ടാ, പിന്നെ നമ്മുടെ തമ്പി സാറിനോട് പറഞ്ഞ് എൻ്റെ ലീവിൻ്റെ കാര്യം ഒന്നുകൂടെ സിഒ സാബിനോട് സൂചിപ്പിക്കാൻ പറയണം. നാട്ടിലെ കാര്യങ്ങളൊക്കെ മണിയേട്ടന. ഹലോ മണിയേട്ടാ. ഇത്രയും നേരം കിട്ടിയത് തന്നെ ഭാഗ്യം. ഈശ്വര, ഭഗവതി അമ്മേ, കാത്തോളണേ. ഇവിടുന്ന് ജീവനോട് തന്നെ തിരിച്ചു പോണേ. പുതിയ കത്തില്ലെങ്കിൽ പഴയ കത്ത് വായിക്കുക. എൻ്റെ കുട്ടിക്ക് സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. എന്നാ നിന്നെ ഒന്ന് കാണാൻ പറ്റുക? അമ്മയുടെ ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രം. അത് വിചാരിച്ച് കുട്ടി വിഷമിക്കേണ്ട. നിനക്കവിടെ 100 കൂട്ടം പണിത്തിരക്കം ഉണ്ടാവുമെന്ന് അമ്മയ്ക്കറിയാം. അമ്മയ്ക്കിവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ആ ശ്വാസം മുട്ടല് കുറച്ചു ദിവസമായി വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. എന്നാലും സുഖരം ഉള്ളോണ്ട് മോസതിൻ്റെ അടുത്ത് പോയി മരുന്ന് കൃത്യമായി വാങ്ങിക്കൊണ്ടുവരും. കുട്ടി കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. നിനക്കതിലൊന്നും ഒരു ശ്രദ്ധയില്ല. എന്നാലും എന്റെ ഹരിയേട്ടാ, ഒരു പട്ടാളക്കാരനെന്ന് പറയുമ്പോ കുറഞ്ഞ പക്ഷം മുടി പറ്റ വെട്ടി ക്ലീൻ ഷേവ് ചെയ്ത് മീശ പിരിച്ച് കുറച്ച് മസിലൊക്കെ പിടിച്ച് നടക്കണം. ഇതിപ്പോ പട്ടാളത്തിലാന്ന് പറഞ്ഞാ നാട്ടുകാര് വിശ്വസിക്കണ്ടേ? നാട്ടുകാര് വിശ്വസിക്കണ്ട, നിനക്ക് സംശയമൊന്നുമില്ലല്ലോ. എന്റെ പൊന്നു മോളെ, ഇന്നല്ലെങ്കിൽ നാളെ എന്നും പറഞ്ഞ് ഈ ബോർഡറിൽ പോയി കിടക്കുന്നതിന്റെ ഏക ഗുണം ഇങ്ങനെ തോന്നിയ പോലെ നടക്കാന്നുള്ളതാ. വല്ല സമാധാന മേഖലയിലേക്കും ട്രാൻസ്ഫർ ആയാലേ നീ പറഞ്ഞ പോലെ വഴുവഴാന്ന് ഷേവും ചെയ്ത് വടി പോലെ തേച്ച യൂണിഫോം ഇട്ട് ഏറാ മൂളി നിൽക്കണം. അതുകൊണ്ട് അതുവരെയെങ്കിലും ഞാൻ താടി മുടിയൊക്കെ വളർത്തി സുന്ദരനായിട്ടിരിക്കട്ടെ. സുന്ദരനായിട്ട് വെറുതെ അങ്ങനെ ഇരിക്കണ്ട. 5-6 ഫോട്ടോ എടുത്ത് നാട്ടിലെ ബ്രോക്കർമാരെ ഏൽപ്പിച്ചേക്ക്. ആവശ്യം വരും. കാരണം എന്നെ എത്രയും പെട്ടെന്ന് വേറെ കെട്ടിച്ചു വിടുന്ന എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ട്. നിന്റെ ഈ തമാശ എനിക്ക് തീരെ അങ്ങോട്ട് സൂചിച്ചില്ല കേട്ടോ. തമാശയല്ല ഹരിയേട്ടാ, കഴിഞ്ഞ കത്തിൽ ഞാൻ എഴുതിയിരുന്നതല്ലേ, വീട്ടിൽ ഇഷ്ടം പോലെ ആലോചനകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് ഉറപ്പിച്ച മട്ടില അച്ഛൻ. ഹരിയേട്ടൻ അമ്മായിയും കൂട്ടി എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം. അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കണം. അതല്ല അച്ഛാ, എനിക്കായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അറിയാലോ. പറഞ്ഞു വരുമ്പം ഇവൻ എനിക്ക് അനന്തരവനും ആ വകയില് ലക്ഷ്മിക്കും ഉറച്ചെറുക്കനും ഒക്കെ തന്നെയാ. പക്ഷെ ഈ കാര്യത്തില് ഇവന്റെ അമ്മാവനേക്കാൾ ലക്ഷ്മിയുടെ അച്ഛനായിട്ടല്ലേ ഞാൻ ചിന്തിക്കേണ്ടത്? അല്ലേ എടുത്തിയേ?
അല്ല, ഒന്നാം തരം നായർ തറവാട്. ദുബായിൽ സ്വന്തമായിട്ട് ബിസിനസ്, നാട്ടിലാച്ചാ കുടുംബവക വീടും പറമ്പും, പുതിയ വീടിന്റെ പണി നടക്കണത് വേറെയും. ഇഷ്ടമുള്ളത് എന്താച്ചാ അങ്ങനെ എന്നല്ലാണ്ട് ഒരു തരി സ്വർണത്തിന്റെ കണക്ക് അവര് പറഞ്ഞിട്ടില്ല. തറവാടിന്റെ പുറത്തൊരാലോചന മാമ്പർത്താർക്ക് പതിവല്ല. പക്ഷെ ഇവിടെ ഇപ്പോ ഒരു വശത്ത് ഇത്രയും നല്ലൊരു ബന്ധം, മറുവശത്ത് മരുമകൻ പട്ടാളത്തിലാന്ന് വീമ്പ് പറയാന്നല്ലാണ്ട് ഇവനായിട്ട് ഇപ്പൊ എന്താ ഉള്ളത്? ഭാഗം വെച്ചപ്പം അച്ഛൻ എന്റെ പേർക്ക് എഴുതി വെച്ച വീട്ടിൽ തന്നെയല്ലേ ഇപ്പോഴും അമ്മയും മകനും താമസിക്കണത്. ഇതുവരെ അതിന്റെ കണക്ക് ഞാൻ ചോദിച്ചിട്ടില്ലാലോ. അല്ല, അതൊട്ട് വേണ്ടതിനും. പക്ഷേ ഇതിനെപ്പറ്റി ഇനിയൊരു സംസാരം വേണ്ട. വലിയ ആർഭാടങ്ങളൊന്നുമില്ലെങ്കിലും എന്നെ കൊണ്ടാവണ രീതിയിൽ രമേശന്റെ അടുത്ത വരവില് ഇതങ്ങട് നടത്തണമെന്നാ എനിക്ക്. ഹരിക്ക് ലീവ് ഉണ്ടാവില്ല, പക്ഷെ അമ്മായിയുടെ സ്ഥാനത്ത് നിന്ന് എടുത്തിയുടെ ഒരു മേൽനോട്ടം ഉണ്ടാവണം എല്ലാറ്റിനും. അപ്പോ ഞാൻ അങ്ങട് ഇറങ്ങാ. ഇന്ന് കരയോഗം വക ഒരു സമൂഹ വിവാഹണ്ടേ, വേണച്ചാ പോന്നോളൂ. അമ്പിസ്വാമിയുടെ സദ്യ. കോച്ചിങ് സെന്ററിലെ റീനുവിന്റെ ഇളയമ്മ അവിടെ വീട്ടുജോലിക്ക് നിക്കണുണ്ട്. ഓള് പറഞ്ഞത് അടുത്ത ചിങ്ങത്തിന് കല്യാണം നടത്തി ലക്ഷ്മിയേച്ചിയെ അയാൾക്കൊപ്പം അങ്ങോട്ടേക്ക് അയക്കാനാ പരിപാടിന്നാ. ആരെങ്കിലും വിചാരിച്ചോ ഓട്ടനിക്കർ വിട്ട് മൂക്കുലപിച്ച് നടന്നിരുന്ന കൊളപ്പള്ളിയിലെ രമേശൻ ദുബായി പോയി കാശുണ്ടാക്കി വന്ന് ഇവന്റെ കഥയിലെ വില്ലനാകുമെന്ന്? ഇനിയിപ്പോ എന്താ ചെയ്യാ? പിന്നെന്ത് ചെയ്യാൻ? വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഏതൊരു രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടാ, അത്ര തന്നെ. അതെ അതെ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഹരി, നിനക്ക് നീ എപ്പോഴാ ലീവ് കിട്ടുക? ഇങ്ങനൊരു ആവശ്യം പറഞ്ഞാ ചിലപ്പോ ജൂണിലോ ജൂലൈയിലോ മറ്റൊരു 10 ദിവസം. അപ്പൊ ചെയ്യേണ്ട ദിവം പറഞ്ഞ പോലെ തന്നെ അമ്മയും കൂട്ടിക്കൊണ്ട് മാന്യമായി പെണ്ണ് ചോദിക്കാനുള്ള മര്യാദ നീ കാട്ടി. അങ്ങനെ നടപ്പില്ലാച്ചാ പിന്നെ ഇങ്ങനെ. രജിസ്റ്റർ ഓഫീസർ അവളെ എത്തിക്കുന്നവരെ ഞങ്ങളേറ്റു. നിനക്ക് വേണ്ടി സാക്ഷ്യപ്പെടാൻ ഞങ്ങൾ 3 പേര് ധാരാളം. അവൾക്ക് വേണ്ടി നീ വിചാരിച്ച കിട്ടില്ലേ സൂറേ ഒരു 3 പേരെ? 300 പേരെ കിട്ടും. നാട്ടിന്നൊരു കത്ത് വന്നിട്ട് കുറച്ചു നാളായല്ലോടാ. അവിടെ മാധവൻ മാഷിന്റെ വക വൻ ലഹള നടക്കുന്നുണ്ടാവും. പാവൻ ലക്ഷ്മി എന്തൊക്കെയാണാവോ അവളെ സഹിക്കുന്നുണ്ടാവുക. ഈ മലയുടെ മുകളിൽ ഇരിക്കുമ്പോഴല്ലേ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ ഓർക്കുന്നത്. और आज की फौजी फरमाइश में पेश है मोहम्मद रफी का ये गाना. क्या बात है, ये गाना तो मेरा भी ऑल टाइम फेवरेट है. मोहम्मद रफी के इस गाने की फरमाइश की है हमारे इन फौजी दोस्तों ने, जिनका नाम है मेजर श्री राम, हवलदार जगजीत सिंह, हवलदार वीरेंद्र सिंह, सिपाही हाथी सिंह, लैंस नायक के.वी. रेड्डी और लैंस नायक हिलाल अहमद वानी. मुस्कुराना गजब हो गया, फूलों की रानी बहारों की मलका, तेरा मुस्कुराना गजब हो. आवाज बढ़ाओ भाई. अरे मोहम्मद रफी का गाना है, हम भी सुनेगा यार. नजर का मिलाना. अरे बढ़ाने को बोला तो तुम कम करते हैं. अरे बढ़ाओ यार. എങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇവനെ മുഹമ്മദ് റാഫി ഇന്ത്യക്കാരനാടാ. അയാളുടെ പാട്ട് നീ കേക്കണ്ട. പിന്നല്ല ഹിന്ദുസ്ഥാനി ഹെ വോ,
रफी साहब, तुम्हारा क्या लगता है वो? अरे कला का आवाज कोई मुल्क का बॉर्डर का बंदिश में थोड़ी रहता है, वो तो हवा में होता है। कंजूसी मत करो यार, सुनो। कंजूसी നിന്റെ അപ്പൻ പോടാ വട്ടി. സോറി, നിന്നെയല്ല. പാട്ട് കേൾക്കാതെ അവൻ ഉറങ്ങുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവന് മുഹമ്മദ് റാഫിയുടെ പാട്ടും കേൾക്കണം, എന്നിട്ട് പാതിരാത്രി നമ്മളെ കൊല്ലുകയും വേണം. बाहर आना साले, चुप क्यों है तू? मकड़ी, तुम वाड़ा, अब दिखा बहादुरी तेरी. बाहर आ, ओए. क्या हो गया भाई, चिल्लाता क्यों है? और ये दुकान क्या लगाया तुमने? दुकान? ओए, ध्यान से देख, दुकान थोड़ी ना लगा के रखा है. LMG, AK-47, ग्रेनेड और ये എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കീച്ചൻ കീച്ചാണല്ലോ. വിവരം അറിയുന്നീ. लड़ने का मूड में लगता है. ठीक है, एक मिनट रुको. ए, कहां जा रहा है? कहां भाग रहा है तू? एक मिनट. चलो, हमारा भी दुकान लग गया. अभी क्या करने का है बोलो. ये इस सब की क्या जरूरत है? हाँ, बात ही तो करना है ना. अभी हमारे बीच कोई प्रॉब्लम तो है ही नहीं. कल रात ऐसा लग रहा था कि वॉर शुरू हो गया. वॉर शुरू होता तो तुम ऐसा दुकान लगा के थोड़ी खड़ा होता. तुम उधर गोली खा के पड़ा होता. गोली? You firing so many bullets? My bunker. Something happening. What are doing? What my mother doing? Huh? Oh, English. Hi, English. क्या? Night, India, Pakistan, cricket match. Hi, happy? Fire. अयो फाइनल. येड़ा इन्नले കളി. अरे मेरा तो ट्रांजिस्टर इसने खराब कर दिया. क्या हुआ मैच का? अरे कुत्ता पालेगा तो ट्रांजिस्टर का वही हाल होगा ना भाई. हम कुत्ता भी नहीं रखता है, ट्रांजिस्टर भी नहीं रखता है. बेस को फोन किया, वो लोग हमको बोला जीत गया. अरे हुआ क्या? अरे कोई पूछने का बात है. और कौन जीतेगा? पाकिस्तान जिंदाबाद. പാകിസ്ഥാൻ എടാ, സച്ചിൻ തെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, VVS ലക്ഷ്മൺ, അനിൽ കുംബ്ലെ, ഇവർ 4 പേര് ഒരുമിച്ച് റിട്ടയർ ചെയ്താ പിന്നെ എങ്ങനെ തോക്കാതിരിക്കും? മനസ്സിലായോ? एक मिनट. पाकिस्तान जीता तो तूने फायरिंग हम पर क्यों किया? अरे तुम्हारे पर थोड़ी फायरिंग किया, हम आसमान पे फायरिंग किया. पाकिस्तान जीत गया, हम खुश हुआ, फायरिंग किया. अरे खुशी में फायरिंग क्यों करेगा यार? देखो भाई, हमारा इधर
कोई पैदा होता है, मरता है, गम होता है, खुशी होता है, शादी होता है, हम फायरिंग करता है।